വെക്കേഷനായി മക്കളോടൊപ്പമുള്ള ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണോ? കുട്ടികളോടൊത്തുള്ള ഒരു യാത്ര നല്ലൊരു മെമ്മറിക്ക് പകരം ഒരു മിസറി ആവാതിരിക്കാൻ ഈ 5 സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സമ്മറിലെ വെയിൽ, പ്രത്യേകിച്ച് 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് സൺ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അതിന് കേവലം ദിവസം ഒരു നേരത്തുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് മാത്രം പോരാ. 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് 2 മണിക്കൂർ ഇടവിട്ടുള്ള സൺസ്ക്രീൻ അപ്ലിക്കേഷൻ ആവശ്യമാണ്. അതുകൂടാതെ സൺ പ്രൊട്ടക്ഷന് വേണ്ടി ലോങ് ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിങ്, വൈഡ് ആയിട്ടുള്ള ഹാറ്റുകൾ, സൺഗ്ലാസുകൾ തുടങ്ങിയൊക്കെ ശീലമാക്കാം. ഹൈഡ്രേഷനും ഉറപ്പുവരുത്തേണ്ടതാണ്. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ പോരാ, കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്താം. ഷുഗറി ഡ്രിങ്ക്സിന് പകരം ക്ലീൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്ലെയിൻ വെള്ളം അല്ലെങ്കിൽ സൊല്യൂട്ട്സ് അടങ്ങിയ കരിക്കൻ വെള്ളം അല്ലെങ്കിൽ ORS തുടങ്ങിയൊക്കെ കയ്യിൽ കരുതാം. രണ്ടാമത്തെ കാര്യം ഇൻഫെക്ഷനുകളാണ്. സമ്മർ ടൈം ജലജന്യ ഭക്ഷ്യജന്യ രോഗങ്ങളുടെ വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയവയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ സേഫായ ഇടത്ത് നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാം. കൊതുകോ മറ്റ് ഇൻസെക്റ്റ് ബൈറ്റിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി മൊസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ. യാത്രക്കിടയിലുള്ള അസ്വസ്ഥതകളാണ് മറ്റൊന്ന്. മോഷൻ സിക്നസ് ഉള്ള കുട്ടികളാണെങ്കിൽ യാത്രക്ക് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് കഴിക്കാം. അതോടൊപ്പം അവർ വിൻഡോ സീറ്റിലിരിക്കുക, പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക, ഫോൺ അല്ലെങ്കിൽ ബുക്ക് വായിക്കാതിരിക്കുക, ഇതൊക്കെ മോഷൻ സിക്നസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫ്ലൈറ്റിലാണ് യാത്രയെങ്കിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ചുരം കയറുമ്പോൾ അല്ലെങ്കിൽ ചുരം ഇറങ്ങുന്ന സമയത്ത് ചെവിവേദന ഇല്ലാതിരിക്കാൻ ചെറിയ കുട്ടികളെ മുലപ്പാൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ കുട്ടികൾക്കാണെങ്കിൽ വെള്ളം സിപ്പ് ചെയ്യാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാൻഡി കഴിക്കാൻ കൊടുക്കുന്നതോ ചെവിവേദന കുറയ്ക്കാൻ സഹായിക്കും. നാലാമതായി, യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികളെ കൂടി മനസ്സിൽ കരുതാം. നമുക്കിഷ്ടമുള്ള നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്കല്ല, കുട്ടികൾക്ക് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് കംഫർട്ടബിൾ ആയ സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ചെയ്യാം. അവരുടെ സേഫ്റ്റി കൂടി പരിഗണിക്കാം. അവസാനമായി പാക്കിംഗ്. യാത്രയിൽ അത്യാവശ്യമായി വരുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മുൻകൂറായി തയ്യാറാക്കി വെക്കാം. നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കണ്ട് പനി, ഛർദി, വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ മുൻകൂറായി പ്രിസ്ക്രൈബ് ചെയ്ത് കയ്യിൽ കരുതാം. അതോടൊപ്പം മുറിവുകൾ ഡ്രസ് ചെയ്യാനുള്ള മെറ്റീരിയൽസും കൂടെ കരുതാം. കുട്ടികളോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതേണ്ട ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ട്രാവൽ ചെക്ക് ലിസ്റ്റിന് DMI കിട്ടാൻ വേണ്ടി ട്രിപ്പ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഹാപ്പി വെക്കേഷൻ.